ഹലോ ഗൈസ്, ഹായ്. എന്താ ഇവിടെ പരിപാടി? കഴിഞ്ഞോ? ഷൂട്ട് കഴിഞ്ഞോ നിങ്ങളുടെ? ആണോ? അത് നന്നായി കാണാനുണ്ടല്ലോ. ഹെയർ ഒക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു, സൂപ്പർ ആയിട്ടിരിക്കുന്നു. എന്നാലും നല്ല രസമുണ്ട് നിങ്ങളെ കാണാനായിട്ട് കേട്ടോ, അടിപൊളി. അപ്പൊ ഞാൻ എന്തായാലും അത് പിന്നെ പറയോ ചേച്ചി, എസ്പെഷ്യലി സുന്ദരി, അടിപൊളി. ഞാനിപ്പോ വിമൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിട്ട് വന്നാണ്. അപ്പൊ അതിനകത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അഡീഷണൽ അല്ല, മേക്കപ്പ് റിലേറ്റഡ് ഒന്നും അല്ല. ഇത് കുറച്ച് ജനറൽ ടോപ്പിക്സ്, ജനറൽ ക്വസ്റ്റ്യൻസ്. ബീങ് എ വുമൺ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ മാത്രമാണ് ആദ്യം. ഓക്കെ, ഇൻട്രസ്റ്റഡ്? യാ, ഓക്കെ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മുടെ സൊസൈറ്റിയിൽ ഓക്കെ ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വുമൺ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സൊസൈറ്റിയിൽ നമുക്ക് ഡിസപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡിസപ്പിയറിന്റെ അല്ല, ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ്. കുറെ സ്റ്റീരിയോടൈപ്സ് ഇപ്പൊ 2026 ആണ്, കുറെ സ്റ്റീരിയോടൈപ്പ് മാറി. ഇപ്പോഴും ചില ആൾക്കാരുടെ മനസ്സിലും ചുറ്റുഭാഗത്തും മാറാത്ത ഒരു സ്റ്റീരിയോടൈപ്പ് ഈസ് ദാറ്റ് 30 years കഴിയുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്പയറി ഡേറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ആന്റി വൈബ്. പണ്ട് തൊട്ടേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ബിക്കോസ് ഐ എം ഓൾമോസ്റ്റ് ദേർ, ബട്ട് ഇറ്റ് ഈസ് ദേർ. കാരണം ഇപ്പൊ എനിക്ക് തന്നെ nobody is telling me that okay, you're mature enough, you're ready to get married, you are settled, അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചോ. Nobody is saying me that. You know what everybody is saying? 30 വയസ്സാവാറായി കല്യാണം കഴിക്കണം. അതൊരു ബാഡ് ഇതാണ്. ബിക്കോസ് ഐ നോ സിംഗിൾ വുമൻ who are like 40, 41 happiest പീക്ക് ലൈഫ് ജീവിക്കുന്ന പെണ്ണുങ്ങളെ എനിക്കറിയാം. അപ്പം 30 വയസ്സാവുമ്പം എക്സ്പയറി ഡേറ്റ് ആയി, അപ്പൊ ചെക്കന്മാരെ കിട്ടൂല. പ്രത്യേകിച്ചും ചില കൾച്ചേഴ്സിലും റിലീജിയൻസിലാണെങ്കിലും അവര് തുറന്നു പറയും ദാറ്റ് ഇപ്പൊ നിനക്ക് 30 വയസ്സാകും, എന്തായാലും ഒരു 40 വയസ്സുള്ള ചെക്കനെ കിട്ടത്തുള്ളൂ. എക്സാക്ട്ലി. സോ ആ സാധനം ഇല്ലേ. സോ ആ ഒരു സ്റ്റീരിയോടൈപ്പ് ഒന്ന് മാറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആൾക്കാർ അതൊന്ന് മനസ്സിലാക്കി ആ ഒരു ചേഞ്ച് വരുന്നത് would be good. That like ഈ വിമൻസ് ഡേക്ക് നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാം. 30 is a new 20. അതിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ നിങ്ങള് കുറെ പേര് മാരീഡ് ആണ്. ഇപ്പം എനിക്കൊന്ന് അലീഷ മാത്രമായിരിക്കും അൺമാരീഡ് ആയിട്ടുള്ള ഒരു 20s ഒരാള്. സോ അപ്പൊ എന്റെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ബീങ് എ വുമൺ, ഈ മാരേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആക്ച്വലി മസ്റ്റ് ആണോ? വുമണ് മാരേജ് വേണോ വേണ്ടോ? എന്താണ് നിമിക്ക് തോന്നുന്നത്? ഒരിക്കലും അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അതെ. കൂടുതൽ എന്താ പറയാ, അല്ലേ പറഞ്ഞോ, എന്താ എന്തുകൊണ്ടാണ് അത്? ഇപ്പം എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ? ഇപ്പൊ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, വർക്ക് ചെയ്യുന്ന വുമൺ ആണ്. ഓക്കെ. സോ എനിക്ക് മാരേജ് ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ, ഞാൻ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ശരിക്കും മേക്കപ്പ് എന്നുള്ളത് ഇപ്പൊ എന്റെ എന്താ പറയാ, ഞാൻ അതില് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരാൾ ആശ്രയിക്കേണ്ട. അതാണല്ലോ ഇപ്പൊ ഇതിൽ പറയുന്നത്. അപ്പൊ മാരേജ് കൊണ്ടൊന്നും അർത്ഥമാക്കുന്നില്ല. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കാം, അത്രേ ഉള്ളൂ. എന്താ പറയാ, ഓൾസോ മാരേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂട്ടല്ലേ. നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു പ്രായം വരെ പാരന്റ്സ് നമുക്കൊരു കൂട്ടായിരുന്നു. കുറച്ചു കാലം നമുക്ക് ഫ്രണ്ട്സ് ആയി, റിലേഷൻഷിപ്സ് വന്നു. മാരേജ് ഇസ് ഓൾസോ ടൈപ്പ് ഓഫ് കൂട്ട്. ഒരു കൂട് അത് വേണമെന്നുള്ളവർക്ക് മതി. അത് വേണോ വേണ്ട, ഇറ്റ്സ് ചോയ്സ്, നെസസറി. അതാണ് ഞാൻ ചോദിച്ചത്, ഇറ്റ്സ് മസ്റ്റ് തിങ് ഓർ നോട്ട്. ഓക്കെ. ഓക്കെ, അതിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ഓൾറെഡി പറഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒരു പണ്ട് സമയത്തൊക്കെ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പറയും ഹസ്ബൻഡിന് ജോലിയുണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ കിട്ടും, നമുക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു തരും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹസ്ബൻഡിന് ജോലിയുണ്ടോ അതൊന്നും അല്ല നമ്മുടെ മരം. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഞാൻ പറയാന്ന്, കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഞാനിപ്പോ ജീവിക്കുന്ന ഒരാളാണ്. ഒരു വുമൺ എന്നല്ല, എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. വുമൺ മാത്രല്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വുമൺ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു ജോലി ഇല്ലെങ്കിൽ അവർ ശരിക്കും ബുദ്ധിമുട്ടും. അവർ ഹൗസ് വൈഫ് ആണെങ്കിൽ
അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ അവര് വേറൊരാളല്ല, ചിലപ്പോൾ ഹസ്ബൻഡിനെ, ഇപ്പൊ ഹസ്ബൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കൊരു ജോലിയുണ്ട്, നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ കാര്യങ്ങളെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ അതിനേക്കാളും കൂടുതലൊന്നും വേണ്ടല്ലോ. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എല്ലാ വുമൻസ് അല്ല എല്ലാവരും. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ വരെ പാരന്റ്സിനെ പോലും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അവർ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഇപ്പൊ ചെറിയ ചെറിയ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്ത് അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് പോലും അവരുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പൊ ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. അത് തന്നെയാണ് ഇപ്പൊ നമ്മളുടെ ഇവിടെയും എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഓക്കെ ചേച്ചി, ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു വുമൺ ആയതിൽ ചേച്ചിക്ക് ഏറ്റവും പ്രൗഡസ്റ്റ് മൊമെന്റ് എന്താണ്? ചേച്ചി ഇപ്പൊ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൺ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് ഇത്രയും നാല് ലൈഫ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അപ്പൊ അതിനകത്തിൽ ബീങ് എ വുമൺ ചേച്ചിയുടെ ഒരു പ്രൗഡസ്റ്റ് മൊമെന്റ് എന്താണ് ലൈഫിൽ? ഞാനൊരു വുമൺ എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ പ്രൗഡായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഫാമിലിയിലായിരുന്നാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരുന്നാലും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. എനിക്കെൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിലൊരു ഇൻഡിപെൻഡൻ്റായി ഞാൻ നിൽക്കുന്നു എന്ന് തോന്നിയിട്ടില്ല. എനിക്ക് ഞാനായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ പ്രൗഡാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. അവർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് എന്താണ് കല്യാണമൊക്കെ കഴിക്കുന്നത് നമ്മൾ ഇൻഡിപെൻഡൻ്റായി ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് മതി എന്ന് പറയും. അപ്പം ഞാൻ അവരെ നിർബന്ധിക്കാറില്ല, അവർക്ക് തോന്നുമ്പോൾ കഴിക്കട്ടെ. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളെ നോക്കാൻ പറ്റി, എനിക്ക് എൻ്റെ ഫാമിലിയെ നന്നായിട്ട് നോക്കാൻ പറ്റി. അപ്പോൾ എല്ലാ പെൺകുട്ടികളും ഞാനൊരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ 4 മണിക്കൂർ ഒരു ബ്രൈഡിൻ്റെ കൂടെ നമ്മളുണ്ട്. ആ 4 മണിക്കൂറുള്ള അവരോട് സംസാരിച്ച് നല്ല ഫ്രണ്ട്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, മോളെ നീ എന്താണ് പഠിക്കുന്നത്, നീ ജോലി ചെയ്യുന്നുണ്ടോ? പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പറയും എന്തായാലും കല്യാണം കഴിഞ്ഞോട്ടെ, പക്ഷെ മോള് ജോലി വാങ്ങിക്കണം, നിൻ്റെ ഫാമിലിയെ നിനക്ക് നോക്കാൻ പറ്റണം. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഞാനത് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമുക്ക് ജോലിയുണ്ട്, നമ്മൾ പിന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൽക്കുമ്പോൾ നമുക്കെപ്പോഴും നമ്മളെ മാതാപിതാക്കളെ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ എന്താ പറയുന്നത്, ഞാൻ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കാൻ പറ്റി എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു എനിക്കിപ്പോഴും പറഞ്ഞാൽ തന്നെ സങ്കടം വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് ഇറങ്ങിയതിന് ശേഷം, മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാ കുട്ടികളും അവരവർക്ക് പറ്റുന്ന ജോലികൾ ചെയ്തു തരണം, അവർ സ്റ്റേബിൾ ആവണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം. എനിക്ക് പറയാം. വെരി ഗുഡ് ടച്ചിങ്. Okay. No, that touching. ഇത് മുത്തിനോട് ഞാൻ എന്ത് ചോദിക്കണം? വേറൊരു കാര്യം, സൊസൈറ്റി നമുക്ക് ലിമിറ്റ് വെക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും നമുക്ക് ലിമിറ്റ് വെക്കാൻ പാടില്ല കേട്ടോ. ഭയങ്കര ഹാർഡ് വേയിൽ ഞാൻ പഠിച്ചൊരു സാധനമാണ്. അതായത് നമുക്ക് ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 30 എന്ന് പറയാൻ, ഇതൊക്കെ ആൾക്കാർ പറയുന്നതാണ്. നമ്മൾ സ്വയമേ when we realize what we are and how we can be, that changes a lot of things. ഭയങ്കര സംഭവമായിട്ട് മാറും. അത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ കുറേ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് ഉണ്ട് ഗേൾസിന്. നീ ഇങ്ങനെ ആയിരിക്കണം, നീ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ 2026 ആണ്, ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മളൊരു ജസ്റ്റ് ഒരു പെൺകുട്ടി ഒരു ലെഗിൻ ഇട്ട് പോയാൽ പോലും ഇപ്പോൾ പറയുന്നൊരു തലമുറയാണ്. പാരൻസ് ആയിട്ടും ആണെങ്കിലും അതെ, ലൈക്ക് നമ്മുടെ പുറത്തുള്ള ആൾക്കാരും അങ്ങനെ. ആ ചേഞ്ചിൽ നിന്ന് മാറി നമ്മളൊരു പുതിയൊരു വ്യക്തിയായിട്ട് വരാൻ വേണ്ടി എല്ലാ സ്ത്രീകളും ശ്രമിക്കണം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് ഏറ്റവും ബേസാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്ക് എൻ്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കുട്ടിക്ക് ഒരു മിഠായി വാങ്ങിക്കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ വേറൊരാളുടെ മുമ്പ് കൈ നീട്ടരുത്, ഞാൻ വാങ്ങിക്കൊടുക്കണം എന്ന്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നൊരു നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ട വലിയൊരു ആവശ്യം. ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വുമൻസാണ്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ എനർജി നമുക്കും എപ്പോഴും നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും എല്ലാവരും എന്താ പറയുക, എല്ലാ സ്ത്രീകളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. ഒരു സ്റ്റീരിയോ ടൈപ്പാണത്, നെഗറ്റിവിറ്റി. എല്ലാ സ്ത്രീകളും കൂടിക്കഴിഞ്ഞാൽ
യെസ് വി ആർ വിമൻസ്. ഞങ്ങൾ നെഗറ്റീവ് പറയും, പക്ഷെ ഒരു വിമനെ കണ്ട് ഇൻസ്പയർ ആകാത്ത ഒരു പെൺകുട്ടിയുടെ അത് സത്യമാണ്, സത്യം. ലോകത്ത് You are right. വായി നോക്കുന്ന പെണ്ണുങ്ങളെ. അതെ അതെ സത്യം. ആൻഡ് ഓൾസോ നമ്മൾ നോക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ആരെന്നിട്ടെ വേറെ പെൺകുട്ടിയായിരിക്കും, അതെ. അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും. നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ആയി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വേറെ ആണായിട്ടുള്ള ഒരു വ്യക്തി, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ എന്താവണം, എനിക്ക് എനിക്ക് ഒരിക്കലും പറ്റില്ല. ഞാനൊരു വിമനായിട്ട് എനിക്ക് ഒരിക്കലും പറ്റാറില്ല. എനിക്ക് അവർ കാണിക്കുന്ന പല കാര്യങ്ങളും, അവർ നമ്മളെപ്പോൾ എന്തൊരു റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് എല്ലാ വിമൻസും എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക, എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക. ലൈഫിൽ that's ഏറ്റവും right. പറയുന്നൊരു കാര്യമാണ്, എഡ്യൂക്കേഷൻ ഒരു ബ്ലാങ്ക് ചെക്ക് പോലെയാണ്. ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഏതൊരു എൻഡർ ഇതിലാണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുക, സമ്പാദിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബി എ വുമൻ. Thank you. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. Okay, thank you. ചിരിക്കുന്ന ഭയങ്കര രസം. എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമാണ് ചിരി. സീരിയസ്ലി, ഒരു കോളേജ് കഴിഞ്ഞു ചിരി നിന്നു. ഒരു ലൈക്ക് നമ്മുടെ കുറെ ലൈഫിൽ കുറെ സ്റ്റേജസ് കഴിയുമ്പോൾ നമ്മുടെ ചിരി എന്ന് പറഞ്ഞ സാധനം നിന്ന് പോകുമല്ലോ. പക്ഷെ 2 പെൺപിള്ളേർ കൂടി ചിരിക്കും. അവരെന്തിനാ ചിരിക്കുന്നത്? ചിരിക്കുമെന്ന് വെച്ചാൽ ചിരിക്കും. ലൈക്ക് ചിരിക്കാൻ ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ ചിരിക്കുക, സന്തോഷിക്കുക. ഇഷ്ടംപോലെ നെഗറ്റീവ് പീപ്പിൾസ് നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതിപ്പം ആണായിട്ടാണെങ്കിലും പെണ്ണായിട്ടാണെങ്കിലും ലൈക്ക് എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ നിൽക്കുക, നമുക്ക് വേണ്ടി ഒരു സ്റ്റേജിൽ പറയാൻ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. പറയുക, നമുക്ക് വേണ്ടി ശബ്ദം ഉയർത്തുക, നമുക്ക് വേണ്ടി സേവ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, നമുക്ക് വേണ്ടി ജീവിക്കുക. എന്നുവെച്ചൊരു കളർ പാലറ്റ് പോലെയാണ്, എല്ലാം ഉണ്ട്. Yes. കലങ്ങി കലങ്ങി തെളിയുക. Nice. Oh, very good. Oh, thank you. വിജയുടെ ഒരു question ഇവിടെയാണ്. എന്നോടോ? Oh my God. Okay. വിജയുടെ ഏറ്റവും വലിയ flex എന്താണ്? ഇപ്പം you are working, you are a mother, you are a beautiful wife, I know your husband and your relationship, everything. What is your biggest flex in your life? ഏറ്റവും വലിയ flex എന്താ? ഏറ്റവും ബടായി നടക്കുന്നത് തുറന്ന് ബടായി അടിക്കുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ? I mean, say friends. So. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവല്ലോ, ഇത് കിടുവാണ്. ഞാനായിട്ടോ? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വേസ്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ഞാനത് നന്നായിട്ട് മാനേജ് ചെയ്യും. ഇപ്പം ഞാൻ എത്ര വേസ്റ്റ്, എത്ര എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം സമയങ്ങളിൽ പലർക്കും ചിലർക്ക് അറിയാറില്ല മോസ്റ്റ്ലി ആരും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ചിലപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നാളെ എന്തെന്നുള്ളതിൻ്റെ ശരിക്കും എനിക്കൊരു ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് പോലും ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് നിന്ന് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഇപ്പം എൻ്റെ അമ്മയുടെ ഹെൽത്ത് വൈസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ വൈസ് ആയിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ചിലപ്പം അൻസുവിന് അറിയാതിരിക്കാം, മീനാക്ഷിക്ക് അറിയാം, പക്ഷെ വേറൊരാൾക്ക് അത് അറിയില്ല. പക്ഷെ എന്നാലും ഇവര് ഇങ്ങനെ ഞെട്ടിയിരിക്കും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. അയ്യോ എന്ത് ചെയ്യാം മാം, എന്ത് ചെയ്യും നമ്മൾ? പക്ഷെ ഞാൻ ഓക്കെയാണ്. അത് എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതിനൊരു എനർജി എനിക്ക് എപ്പോഴും ദൈവം തരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പം നാളെ എൻ്റെ ഫ്രണ്ടിൽ ലൈഫില്ല എന്ന് കണ്ടാലും ഇന്ന് ഞാൻ ഹാപ്പിയാണ്. അതാണ് ആസ് എ വുമൺ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അത് മാത്രം. ഇപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ എനിക്ക് 100 പ്രശ്നങ്ങളുണ്ടായിരിക്കും, പക്ഷെ എൻ്റെ ഫേസിൽ അതൊന്നും ഉണ്ടാവില്ല. യെസ്, അതാണ്. താങ്ക് യു. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു അധ്യാപകയിൽ നിന്ന് പെട്ടെന്ന് ഫാഷൻ ഫീൽഡ് എന്ന് വെച്ചാൽ എപ്പോഴും നെഗറ്റീവ് ഇമേജ് ആണ്. അത് കേരളത്തിൽ മാറി വരുന്നതേ ഇപ്പോഴും ഉള്ളൂ. അതിൽ നിന്ന് ടീച്ചറിൽ നിന്ന് ഒരു മേക്കപ്പ് ട്രെയിനറായി, അതിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി, പിന്നെ ഒരു മേക്കപ്പ് ട്രെയിനറായി, അങ്ങനെ കുറേ മേഖലയിലോട്ട് മാം വന്നു. ലൈക്ക് ആ ചേഞ്ചിൽ മാമിൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. എങ്ങനെയാ സർവൈവ് ചെയ്ത്? ഞാൻ പലപ്പോഴും മാമിനോട് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. ഇല്ല, അതിലാരും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഫാമിലിയിൽ എന്റെ ബ്രദർ അല്ലെങ്കിൽ എന്റെ അമ്മ, എന്റെ ബ്രദേഴ്സ്, അവരൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അത്യാവശ്യം വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഈവൻ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് MA ഇംഗ്ലീഷ് ആയിരുന്നു, എന്റെ അമ്മ ആ സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. അല്ലെങ്കിൽ എന്റെ ബ്രദർ, എന്റെ മൂത്ത ചേട്ടൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. എന്റെ മറ്റേ ബ്രദർ ഇപ്പൊ BSc പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജോബ് ആയത്. ചേച്ചിയാണെങ്കിൽ RTO ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിലേക്ക് വന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് ആലോചിക്കാൻ പറ്റും അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധി. ഞാൻ ആദ്യം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, അതിൽ നിന്ന് ടീച്ചറായി, അത് കഴിഞ്ഞിട്ട് ഇത് ചൂസ് ചെയ്യുമ്പം നമുക്കത് വളരെ നോർമൽ ആണ്. പക്ഷെ ആദ്യമൊന്നും എന്റെ ബ്രദർ ശരിക്കും പറഞ്ഞാൽ എന്നോട് സംസാരിക്കത്തില്ലായിരുന്നു.
ഞാൻ ഇതിലേക്ക് വന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഭയങ്കര വൃത്തികെട്ട ഒരു ജോലി, നമ്മൾ വേറെന്തിനോ പോകുന്നു, ഒരു വാല്യൂ ഇല്ലാത്ത ജോലി, അതായത് എഡ്യൂക്കേറ്റഡ് അല്ല, അതായത് ഒരു പണിയും കിട്ടാത്തവരെടുക്കുന്ന ഒരു ജോലി എന്നുള്ളതായിരുന്നു. അപ്പൊ പക്ഷേ ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഇപ്പം മറ്റുള്ളവരെന്നെ റിയലൈസ് ചെയ്യുന്നത് ഒന്നല്ല, ഈവൻ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോഴും ആൾക്കാർ മലയാളീസ് കണ്ടാൽ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അതിൽ കൂടുതലുള്ള സന്തോഷം എന്താണെന്നറിയാമോ, ഇപ്പൊ എന്റെ ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് നടന്നു. ആ സമയത്താണെങ്കിൽ ചേട്ടന്റെ അവിടെ ഇപ്പം ചേട്ടൻ SPC ഉണ്ട്, ഈ സ്കൂളില് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, പോലീസിലാ. അപ്പൊ അവിടുന്ന് അവരുടെ പേരൻസും സ്റ്റുഡൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അവരിൽ ആരോ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ അവരോട് പറയാണ് ഇങ്ങനെ അവിടെ വർക്ക് ചെയ്യാണ്, അങ്ങനെ ചെയ്യാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡായിട്ട് അത് ഫീൽ ചെയ്തു. കാരണം അത്രയും നാൾ ഇതിനെക്കുറിച്ച് ഒരു വാക്കോ, ഞാൻ ഇതിന് ചേർന്നപ്പം എന്നോട് സംസാരിക്കാണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ തിരിച്ച് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. സത്യം അന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഞാൻ എന്തോ എനിക്ക് എന്ത് ചെയ്യണം, ശരിക്കും നമ്മളെ കൊച്ചുകുട്ടികളൊക്കെ തുള്ളി ചാടത്തില്ല, ഞാനിങ്ങനെ അമ്മേന്റെ അടുത്ത് പോയപ്പോ അമ്മേ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലായി. എന്റെ അമ്മയ്ക്ക് ഇത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ എന്റെ അമ്മ ഭയങ്കര പ്രൗഡ്ലി പറയും അതെ അതെ എനിക്ക് മുമ്പേ വർക്ക് കൊടുത്തരും അതുപോലെ മമ്മി പറയും. സോ ഇറ്റ്സ് വെരി പ്രൗഡ്. അതെ അതെ യെസ് സോ ആൻഡ് താങ്ക് യു സോ മച്ച്. സത്യം നല്ല സീരിയസ്ലി അല്ല നമ്മളും അതെ കേട്ടോ, നമ്മള് ഓക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യമായിട്ടാണ് ഇത് കേട്ടപ്പോ പലരും പറയുന്ന ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു. സത്യമായിട്ടും എല്ലാരും നല്ല നല്ല ശരിയാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെ അതെ നമുക്കൊരു സീരീസ് പോലെ നമുക്കത് തുടരാം. സീരിയസ്ലി നമുക്കൊരു ടൈം പറയാനുണ്ട്. മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാവുന്ന രീതിയിൽ നമ്മളെ ജീവിത അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പറഞ്ഞ തീരത്തില്ല. മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും ക്യാൻസർ ആയിരുന്നു. അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ടൊക്കെ ഞാൻ പെട്ട ഒരു പാടുണ്ട്. അതുകൊണ്ട് ഞാൻ പിള്ളേരുടെ പെൺകുട്ടികളുടെ എല്ലായിടത്തും പറയും, നിങ്ങളൊന്നും പേടിക്കരുത്, ലൈഫിനെ പേടിക്കരുത്. അതെ അതെ സത്യമാണ്, മുന്നോട്ട് പോകണം. അതാണ് അതും ശരിയാണ്. ഒരിക്കലും പേടിച്ച് മാറി നിൽക്കല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതല്ല, ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറയും ഡ്രൈവിങ് പഠിക്കണം. ഒരു പെൺകുട്ടിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഡ്രൈവിങ്. നിങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എപ്പോഴും ഞാൻ പറയും. നമുക്ക് കുറച്ച് വണ്ടി ഓടിച്ചൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും, മെന്റലി നമ്മൾ സ്ട്രോങ് ആവും. അത് ഇവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കും. ഞാൻ 6 വർഷം മുന്നേ ഫസ്റ്റ് കാർത്തികയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം ഇതാണ്, വണ്ടി ഓടിച്ച് പഠിക്കണം. നമുക്ക് എന്നും ഒരിക്കലും നമ്മൾ മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ നോക്കരുത്. നമ്മൾ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യണം, പക്ഷേ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. ഹാപ്പി വിമൻസ് ഡേ. Okay, happy Women's Day, happy Women's Day, happy Women's Day. Yeah. Okay, 1, 2, 3. Happy Women's Day.